രാത്രിയിലെ ഡ്രൈവിന് ശേഷം നമ്മൾ ഹോട്ടൽ കസാക്കിസ്ഥാൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇത് കാണുന്നതാണ് ഹോട്ടൽ കസാക്കിസ്ഥാൻ. വെള്ളോട്ട് പൊങ്ങി ദൂരെ നിന്നുള്ള വ്യൂ കിട്ടുമെന്നറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ടൽ കസാക്കിസ്ഥാനിൽ. അതുപോലെ ആ പില്ലറയിലും ഉണ്ട്. ഇതോട്ടോ അതിൻ്റെ ഫ്രണ്ട്. എൻ്റെ സൗണ്ടൊക്കെ മാറിട്ടോ, കാരണം രാത്രി തുടങ്ങി ഒരു 3-4 മണിക്കൂർ ഞാൻ വണ്ടി ഓടിച്ചു, അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കസാക്കിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനകത്താണ്. കസാക്കിസ്ഥാൻ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ 9ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. നമുക്കറിയാം ഇന്ത്യ 7ാം സ്ഥാനത്താണ് എന്നുള്ളത്. 7ാം സ്ഥാനത്തുള്ള ഇന്ത്യ കഴിഞ്ഞാൽ ഇത് 9ാം സ്ഥാനത്തുള്ള രാജ്യമാണ് കസാക്കിസ്ഥാൻ. ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 4 കോടിയിൽ താഴെ മാത്രമാണ്. അതായത് നമുക്ക് ഒരു ഇന്ത്യയെക്കാളും ഇന്ത്യയുടെ അത്രയും തന്നെ ഏകദേശം വലുപ്പമുള്ള ഒരു രാജ്യത്തിൽ കേരളത്തിൻ്റെ അത്രയും മാത്രം ജനസംഖ്യയുള്ളൊരു രാജ്യം. അപ്പോൾ ആ രാജ്യത്തിൻ്റെ മുൻകാല തലസ്ഥാനം എന്ന് പറയപ്പെട്ടിരുന്ന അൽമാട്ടി എന്ന ടൗണിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇന്നും കസാക്കിസ്ഥാൻ്റെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് അൽമാട്ടിയാണ്. 1997 വരെ കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ അൽമാട്ടി ആയിരുന്നു. ഇപ്പോൾ ആ ക്യാപിറ്റൽ സിറ്റി അസ്താന എന്ന സ്ഥലത്തേക്ക് മാറ്റി. അത് യൂറോപ്പിനോടോ അല്ലെങ്കിൽ റഷ്യയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ്. ഈ കസാക്കിസ്ഥാൻ എന്ന പേരിൻ്റെ ഉത്ഭവം, കസാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആപ്പിൾ എന്നാണ്. സ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സ്ഥലം അല്ലെങ്കിൽ നാട് എന്നൊരർത്ഥം. അപ്പോൾ ആപ്പിളിൻ്റെ നാട് എന്നുള്ളതാണ് കസാക്കിസ്ഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അൽമാട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അത് ആപ്പിളിൻ്റെ മൗണ്ടൻ എന്ന് അർത്ഥം വരുന്നൊരു വാക്കാണത്. അതായത് ആപ്പിളുകളുടെ ഒരു പർവ്വതം. അങ്ങനെയാണ് അൽമാട്ടി എന്ന വാക്കിൻ്റെ ഒരു ഉത്ഭവം. അൽമറ്റാവു എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടനിലാണ് ആപ്പിളുകൾ ആദ്യമായി കാണപ്പെടുന്നതും അവിടെയാണ് ഇത് തഴച്ച് വളരാൻ തുടങ്ങിയതും. അവിടെ നിന്നാണ് ആപ്പിൾ പിന്നെ ലോകത്തിൻ്റെ മറ്റു ഫലങ്ങളിലേക്കെല്ലാം എത്തുന്നതും. അങ്ങനെ ആ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ കസാക്കിസ്ഥാൻ്റെയും അതിൻ്റെ പ്രധാനപ്പെട്ട പട്ടണമായ അൽമാട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നമ്മൾ കഴിഞ്ഞ തവണ ഉസ്ബെക്കിസ്ഥാനിൽ പോയതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു കസാക്കിസ്ഥാനും. ആ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പ്രധാന നഗരങ്ങളിലെല്ലാം അവർ ആ രാജ്യത്തിൻ്റെ പേരിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനിലാണ് നമ്മൾ ടാഷ്കൻഡിൽ പോയി താമസിച്ചത്. ആ ബോർഡിൽ കാണാം ഹോട്ടൽ കസാക്കിസ്ഥാനിലാണ് നമ്മൾ താമസിക്കുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ ഇന്നും സ്റ്റേറ്റ് ഓണർഷിപ്പിലാണ്. അതേസമയം ഹോട്ടൽ കസാക്കിസ്ഥാൻ ഗവൺമെൻറ് അത് ഹയാത്ത് ഗ്രൂപ്പിന് ലീസിന് കൊടുത്തതാണോ അതിൻ്റെ ഉടമസ്ഥത മാറിയതാണോ എന്ന് ഉറപ്പില്ല. ലീസാണ് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് ഈ ഹോട്ടൽ നടത്തുന്നത് ഹയാത്ത് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസാണ്. ആകെ മറ്റൊരു വ്യത്യാസം, ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചപ്പോൾ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, 1970കളിലാണ് ഈ 2 ഹോട്ടലുകളും നിർമ്മിക്കപ്പെടുന്നത്. ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ എല്ലാ ഇൻറ്റീരിയറായാലും പുറമേ നിന്നായാലും അതെല്ലാം തന്നെ അന്ന് 70കളിൽ പണിതത് എങ്ങനെയാണോ അതേപോലെ തന്നെ അവർ നിലനിർത്തിയിരിക്കുകയാണ്. അതേസമയം ഹോട്ടൽ കസാക്കിസ്ഥാൻ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ 70കളിലെ അതേ ഡിസൈൻ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഈ ഹോട്ടൽ കസാക്കിസ്ഥാൻ എഴുതി വെച്ചിരിക്കുന്നത് റഷ്യൻ ഭാഷയിലാണ്. കസാക്കിസ്ഥാൻ്റെ പ്രധാന ഭാഷ ഇന്നും റഷ്യൻ തന്നെയാണ്. കസാക്ക് ഭാഷ സംസാരിക്കുന്നതിലും കൂടുതൽ ആളുകൾ റഷ്യൻ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ പുറമേ നിന്ന് നോക്കുമ്പോൾ 70ൽ പണിത അതേ രൂപഭംഗി തന്നെയാണ്. അതേസമയം ഇൻറ്റീരിയർ ഈ ഹയാത്ത് ഗ്രൂപ്പ് നല്ല രീതിയിൽ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാം മോഡേണൈസ് ചെയ്ത രീതിയിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. 70ൽ ഈ ഹോട്ടലിന് ഏതാണ്ട് 23ഓളം നിലകളുണ്ട്.
അതായത് 1970-ൽ 23 നിലകളുള്ള ഒരു കെട്ടിടം എന്ന് പറയുന്നത് അത് സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയൻ അവരുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം മറ്റ് പൊതുജനങ്ങളെ ആകെ അതിശയിപ്പിക്കുന്ന നിലയിലാണ് പണി കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നു. ആരെങ്കിലും വന്ന് കാണുമ്പോൾ ഇവർ ദാരിദ്ര്യത്തിലോ ഒന്നുമല്ല, സമ്പന്നതയാണ്, ആളുകൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതികളാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കാണാം, ഇതെല്ലാം അക്കാലങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഒട്ടുമിക്ക ഗവൺമെൻറ് ബിൽഡിങ്ങുകളും വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം സോവിയറ്റ് കാലത്ത് പണിതാണ്. പിന്നീട് പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്നാലും പഴയതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. 1978-ലാണ് ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഒരു കല്ലിൽ തീർത്ത ഒരു രൂപം, ഒരു ബോർഡാണ് ആ കാണുന്നത്. ഇനി നമ്മൾ ഈ ഹോട്ടലിൻ്റെ ലോബി ഒന്ന് ജസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ വീഡിയോ തുടരുകയാണ്. ഈ ഹോട്ടൽ 23 നിലകളുണ്ട് എന്ന് പറഞ്ഞു. ഈ 23ാമത്തെ നിലയുടെ മുകളിലാണ് ഈ ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത്. അതായത് ഏറ്റവും റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളും എന്നുള്ളൊരു ആശയമൊക്കെ 70കളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സെക്കൻഡ് ഫ്ലോറിൽ കാണാം. അതിനും ഒരു സൈഡിലേക്ക് ഒരു ടെറസ് ഉണ്ട്. പിന്നെ ഒരു ഗ്രാൻഡ് ബോൾ റൂം, അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കസാക്കിസ്ഥാൻ്റെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് അൽമാട്ടി. അതായത് ഏഷ്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നുള്ളതാണ് കസാക്കിസ്ഥാൻ അറിയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വിൻ്ററിലും സമ്മറിലും ഒരുപോലെ ടൂറിസ്റ്റുകൾ വരുന്നു. വിൻ്ററിലാണെങ്കിൽ ഇവിടെ സ്കൈ റിസോർട്ട് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സമ്മറിലായിക്കഴിഞ്ഞാൽ ഇവിടെ കയാക്കിങ്ങിന് ഇവിടെ ഒത്തിരി ലേക്കുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. ഇവിടെ ലേക്കുകളിൽ കയാക്കിങ് ചെയ്യാനും അതുപോലെ തന്നെ മൗണ്ടൻസിലേക്ക് നടക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ എല്ലാ സീസണിലും വരുന്ന ഒരു പട്ടണമാണ്. ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് കിടക്കാം. അതിവിശാലമായ ഒരു ലോബിയാണ് ഈ ഹോട്ടലിൻ്റെ. മാർബിളിലും ഗ്രാനൈറ്റിലും എല്ലാം തീർത്ത ഫ്ലോറ്, ഗ്ലേസ് ലൈറ്റുകൾ, ഈ പറയുന്ന എല്ലാ ബേസിക് സ്ട്രക്ചർ 70കളിൽ പണിത് 78-ൽ ഉദ്ഘാടനം ചെയ്തതാണ്. എങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം അതിനുശേഷം അവർ പരിഷ്കരിച്ചിട്ടുണ്ട്. റിസപ്ഷൻ ഏരിയ, അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കഫറ്റേരിയ ഉണ്ട്. ഇവിടെ ഒരു മിനി മാർക്കറ്റ് എന്ന് എഴുതി വെച്ചൊരു സോവനിയർ ഷോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ തൊട്ട് മേലുള്ള ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. ഈ ഹോട്ടലിനകത്ത് തന്നെ ഏതാണ്ട് 7ഓളം റെസ്റ്റോറൻറ്റുകളുണ്ട്. പല പല രാജ്യക്കാരുടെ ഭക്ഷണങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഏതാണ്ട് അത്രയും തന്നെ ബാറുകളും ഈ ഹോട്ടലിനകത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം വന്ന് സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നുള്ള ബാറും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്ത് റൂം കിട്ടി. എനിക്ക് റൂം 2208 അതാണ്. അപ്പോൾ ഇനി റൂമിലോട്ട് പോകാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ 8ാമത്തെ ദിവസമാണ്. നമ്മൾ ഹോട്ടൽ കസാക്കിസ്ഥാനിലാണ്. രാവിലെ വന്ന് ഇവിടെ എത്തിയത് 5 മണിയായി. അത് കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങി, കുളിച്ചു, റെഡിയായി. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു 2 മണിക്കൂർ നല്ല സൂപ്പർ ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞ് ഇനി ഇവിടെ അൽമാട്ടിയിൽ ഉള്ള ഹോട്ടൽ കസാക്കിസ്ഥാനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ നമ്മൾ സൈറ്റ് സീനുകൾ കാണാൻ പോവുകയാണ്. ഇന്നിവിടെ തന്നെയാണ്, എഗെയിൻ ഈ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. അങ്ങേറ്റത്ത് മലനിരകൾ, അതിൽ ടോപ്പിൽ ഐസാണ്. നമ്മുടെ തണുപ്പ് വന്ന വിൻ്റർ വന്ന സ്ഥലമാണിത്. അവിടെ ഒരു വലിയൊരു ടവറുണ്ട്, വാച്ച് ടവറൊക്കെയാണെന്ന് തോന്നുന്നത്. നമ്മളിപ്പോൾ 22ാമത്തെ നിലയിലാണ് ഇരിക്കുന്നത്. എനിക്കാണ് 26 അത്ര കണ്ടുകൊണ്ടെന്ന് തോന്നുന്നു നിലകൾ. അൽമാട്ടി നഗരത്തിൻ്റെ നടുക്കാണിത്. റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ പോലെ അതൊക്കെ തന്നെ. പക്ഷേ 2 ബെഡല്ല, ഒറ്റ ബെഡാണ്, ഡബിൾ ബെഡാണ്. ടോയ്ലറ്റൊക്കെ ആണെങ്കിലും നല്ലതാണ്. അവിടത്തെക്കാൾ നല്ല ടോയ്ലറ്റൊക്കെ അവിടെ, അലമാരി എല്ലാം ഉണ്ട്.
ടോയ്ലറ്റൊക്കെ നല്ല ടോയ്ലറ്റാണ്. 1970 പണിതാണെന്ന് നോക്കണം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹെയർ ഡ്രയറുണ്ട്, ബാത്ത് ടബുണ്ട്, ടോയ്ലറ്റുണ്ട്, എല്ലാം നല്ലതാണ്. അത്യാവശ്യം വലിയ റൂമാണ്. TV ഉണ്ട്, AC ഉണ്ട്. ഹോട്ടൽ കസാക്കിസ്ഥാൻ്റെ ഫ്രണ്ടിലാണിത്. വേണ്ടു 10-26 നിലയുണ്ട്. 1970 പണിതാണ്. പണിതാണെന്നുള്ളതാണ് അല്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സോവിയറ്റ് കാലഘട്ടത്തിൽ പണിതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. സോവിയറ്റ് കാലഘട്ടത്തിൽ ഇത്രയും വലിയ ബിൽഡിങ്ങൊക്കെ പണിയാൻ പറ്റി. ശരിയാണ്. പണിതാണ് സോവിയറ്റ് യൂണിയൻ കാലത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു ആളുകളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ നല്ലൊരു ഭാഗം ചൈനീസ് വംശജരും പിന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. യൂറോപ്യൻ ആൾക്കാർ കാര്യമായി ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഏഷ്യയിലേക്ക് അങ്ങനെ വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതായിരിക്കാം. പിന്നെ പൊതുവിൽ യൂറോപ്പുമായി ഒരുപാട് സാമ്യമുള്ളൊരു ഭൂപ്രകൃതിയാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം യൂറോപ്യൻ സഞ്ചാരികൾ വളരെ കുറവാണ്. ഇന്ത്യ, ചൈന, നേപ്പാൾ അതുപോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് കൂടുതലായും കാണുന്നത്. അൽമാട്ടി പട്ടണത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ് നമ്മൾ. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയയിലെ ആ റൂഫിലെ ലൈറ്റ് ഇന്നലെ രാത്രി നമ്മൾ വന്ന് കയറുമ്പോൾ വളരെ ആകർഷകമായിട്ട് തോന്നി. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാം നമ്മുടെ മുകളിലായിട്ട് വളരെ പ്രത്യേകതയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് സൺഷെയ്ഡായിട്ട് വെച്ചിരിക്കുന്നത്. ആ സൺഷെയ്ഡിനോട് ഫ്രണ്ടിൽ തന്നെ വളരെ വലിയ കുറേ LED ലൈറ്റുകൾ. ആ ലൈറ്റുകൾ രാത്രി സമയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ വളരെയേറെ ഭംഗിയായിരുന്നു നമ്മളിവിടെ നിന്ന് കയറുമ്പോൾ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അൽമാട്ടി ടൗണിലേക്ക് ഇറങ്ങിയാണ്. താങ്ക് യു.